തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപ്പങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCBയിൽ തത്സമയം. കളക്ടറുടെ ഉത്തരവ് മരവിപ്പിച്ച സർക്കാർ. വാലിയക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. 18 മണിക്കൂറോളം നിർത്തിവെച്ച ടോൾ പിരിവാണ് വീണ്ടും ആരംഭിച്ചത്. ടോൾ പ്ലാസയിൽ പ്രതിഷേധിച്ച് AIYF. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷ മെയ് 2 പരിഗണിക്കും. വേടനെ വിയൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ്. മുഖ്യപ്രതി നാരായണദാസിനെ തൃശൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഷീല സണ്ണിയെ കൊടുക്കാൻ കാരണം കുടുംബ വൈരാഗ്യമെന്ന് പോലീസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പൈങ്കുളം കൂളിത്തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൈങ്കുളം സ്വദേശി അതുൽ കൃഷ്ണയാണ് മരിച്ചത്. നാട്ടാനകൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാത്ത സ്ഥിതിയിൽ 120ഓളം ആനകൾ വരെ വേണ്ട സ്ഥാനത്ത് മതിയായ ആനകളെ ലഭിക്കുന്നില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. പൂരങ്ങളുടെ പൂരത്തിന് നാളെ കൊടിയേറ്റം. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപ്പങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. രാവിലെ 11നും 11:30 ഇടയിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റം. 12:30 പാറമേക്കാവിൽ കൊടിയേറും. പാറമേക്കാവിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതി ആറാട്ടിനായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCB തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടിയേറ്റത്തിന് ശേഷം തിരുവമ്പാടി ഭഗവതി ഉച്ചതിരിഞ്ഞ് നടുവിൽ മഠത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളും. പൂരപ്പങ്കാളികളായ ലാലൂരും അയ്യന്തോൾ, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നൈതലക്കാവ് ഭഗവതി ക്ഷേത്രങ്ങളിലും കണിമംഗലം, പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. മെയ് 6, 7 തീയതികളിലാണ് പൂരം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരം ഒരുക്കങ്ങൾ തുടങ്ങി. തട്ടക തറവാടായ ചിറ്റിലങ്ങാട് മോഹനന്റെ പറമ്പിലെ കവുങ്ങാണ് തിരുവമ്പാടിയുടെ പൂരം കൊടിയേറ്റത്തിനായി മുറിച്ചത്. പതിറ്റാണ്ടുകളായി ഇതേ തറവാട്ടിൽ നിന്നാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് കണ്ടെത്തി മുറിച്ചെടുക്കുന്നത്. പാരമ്പര്യത്തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് മുറിച്ചത്. ലക്ഷണമൊത്ത കവുങ്ങ് കണ്ടെത്തി പൂജിച്ച് തറവാട്ടംഗത്തോട് അനുവാദവും ചോദിച്ച് വാങ്ങിയ ശേഷമാണ് കവുങ്ങ് മുറിക്കുന്നത്. മുറിക്കുന്ന കവുങ്ങ് നിലം തൊടാതെ സുരക്ഷിതമായി താങ്ങി പിന്നീട് തട്ടകക്കാർ ചേർന്ന് സ്വീകരിച്ചാനയിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് ഒരുക്കും. മുറിക്കുന്ന കവുങ്ങിന് പകരം 5 കവുങ്ങിൻ തൈകളും പറമ്പിൽ നട്ട് പിടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി T ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടി ഉയർത്താനുള്ള കൊടിമരത്തിന് പാട്ടുരാക്കൽ സെന്ററിൽ സ്വീകരണം നൽകി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TS സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, മറ്റ് ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് കൊടിമരം സ്വീകരിച്ചു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കൊടിമരം ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലാലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 8നും 8:30 മധ്യേ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശത്തെ ഭക്തജനങ്ങൾ പൂരത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കും. പൂരം നാളിൽ 9 ആനകളുടെയും പാണ്ഡ്യമേളത്തിന്റെയും അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുനാഥനെ വണങ്ങി തെക്കേ ഗോപുരനടയിലൂടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോകും. രാത്രി എഴുന്നള്ളത്ത് ആവർത്തിക്കും. ലാലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി, സെക്രട്ടറി രഞ്ജിത്ത് പുളിക്കത്തറ, MC സുന്ദരൻ, ബിന്ദു സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച കളക്ടറുടെ ഉത്തരവ് പിൻവലിച്ചു. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് തിങ്കളാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവാണ് കളക്ടർ റദ്ദ് ചെയ്തത്. പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതർ ഏപ്രിൽ 29-ന് രേഖാമൂലം ഉറപ്പു നൽകിയതിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. ദേശീയപാത മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിൽ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത, മേൽപ്പാല നിർമ്മാണങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് കളക്ടർ നേരത്തെ ഉത്തരവിറക്കിയത്. എന്നാൽ ദേശീയപാതയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചത് സർക്കാരുമായി ആലോചിക്കാതെയാണെന്നും നഷ്ടം കളക്ടറോ സർക്കാരോ പരിഹരിക്കേണ്ടി വരുമെന്നും ദേശീയപാത അതോറിറ്റി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് എഗ്രിമെന്റ് നിലവിലുള്ളതിനാൽ സംസ്ഥാന സർക്കാർ ടോൾ പിരിവ് നിർത്തിവെച്ച സമയത്തെ നഷ്ടം പരിഹരിക്കേണ്ടി വരുമെന്ന സൂചനയെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുമരാമത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തി. ടോൾ ബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പുകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജില്ലാ കളക്ടറുടെ ഉത്തരവ് വകവയ്ക്കാതെ പാലിയേക്കര ടോൾ പ്ലാസ നടത്തുന്ന ടോൾ പിരിവ് അടിയന്തരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രതിനിധികൾ തൃശൂർ ജില്ലാ കളക്ടർക്ക് വീണ്ടും പരാതി നൽകി. സുഗമമായ റോഡ് യാത്രാ സൌകര്യമാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് വീണ്ടും പരാതി നൽകിയത്. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പാലിയേക്കരയിൽ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതിനെതിരെ AIYF-ന്റെ പ്രതിഷേധം. ടോൾ പ്ലാസയിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റി പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുകയാണ്. സരീഷ്, വലിയൊരു പ്രതിഷേധം തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാത്രി 9 മണിയോടെയാണ് AIYF പ്രവർത്തകർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കളക്ടർ ഉത്തരവ് പിൻവലിച്ച ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിച്ചു പ്രതിഷേധിച്ചായിരുന്നു AIYF-ന്റെ പ്രതിഷേധ പ്രകടനം. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് തള്ളിക്കയറി ശ്രമിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അവരെ പോലീസ് പിടിച്ചുമാറ്റിയതിനു ശേഷം പ്രവർത്തകർ എല്ലാവരും ടോൾ ബൂത്തുകളിലേക്ക് പ്രതിഷേധിച്ച് മുദ്രാവാക്യവുമായി ടോൾ ബൂത്തുകളിലേക്ക് ചെന്ന് ബാരിക്കേഡുകൾ ഉയർത്തിയ എല്ലാ വാഹനങ്ങളും തുറന്നു വിടുകയായിരുന്നു. ടോൾ ഒഴിവാക്കി തുറന്നു വിടുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 20 മിനിറ്റോളം പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു. അതിനുശേഷം പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും പല ബൂത്തുകളിലായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഈ ടോൾ ബാരിക്കേഡുകൾ എല്ലാം മാറ്റി വാഹനങ്ങൾ കടത്തിവിടുകയാണ് ചെയ്തത്. ഏകദേശം അരമണിക്കൂറോളം പ്രതിഷേധം ശക്തമായിരുന്നു ടോൾ പ്ലാസയിൽ. രാവിലെ മുതൽ തന്നെ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതും ഫാസ്ടാഗ് സംവിധാനത്തിലൂടെ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ടായിരുന്നു. അതിനുശേഷം വിവിധ സംഘടനകൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരം AIYF പ്രവർത്തകർ ടോൾ ഉത്തരവ് പിൻവലിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ടോൾ പ്ലാസയിലേക്ക് എത്തിയിരുന്നു. നന്ദി സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ബുധനാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. വേടനെ വിയ്യൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വേടന്റെ ഫ്ളാറ്റിലും തൃശൂരിലെ വീട്ടിലും വേടനുമായി വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തും. പുലിപ്പല്ല് നൽകിയത് മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പിടിയാണെന്ന് വേടൻ വനംവകുപ്പിന് മൊഴി നൽകി. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വനംവകുപ്പ് ചുമത്തിയത്. ഇതേസമയം
കഞ്ചാവ് കേസിൽ വേടന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. 5 ഗ്രാം കഞ്ചാവ് സഹിതം മ്യൂസിക് ബാൻഡിലെ 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിൽ നിന്നും ജാമ്യം ലഭിച്ച ഉടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ മുഖ്യപ്രതി തൃപ്പൂണിത്തുറ MN നാരായണദാസിനെ തൃശൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ കൊടുങ്ങല്ലൂരിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ വിട്ടുകിട്ടാൻ 2 ദിവസത്തിനകം അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. ഷീലയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കേസിൽ നാരായണദാസിനെ പ്രതി ചേർക്കുകയായിരുന്നു. നാരായണദാസും കാലടി സ്വദേശിനി ലിവിയ ജോസ് എന്നിവർ ചേർന്നാണ് ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതെന്ന് കണ്ടെത്തി. മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ്. മകനൊപ്പം ഇറ്റലിക്ക് പോകാനുള്ള ഷീലയുടെ നീക്കമാണ് വൈരാഗ്യത്തിനിടയാക്കിയത്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ അഴീക്കോട് തുടങ്ങിയവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത്. പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയോ? സ്റ്റഡിയിലെടുത്തത് എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു? പ്രതി നാരായണദാസിനെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 3 ദിവസമായിട്ട് കേസിൻ്റെ അന്വേഷണമായിട്ട് ബാംഗ്ലൂരുണ്ടായിരുന്നു. ഇന്നലെ ഇലക്ട്രോണിക് സിറ്റിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതി പുലർച്ചെ 4:30 ഇവിടെ കൊണ്ടുവന്നു. വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്. ഗൂഢാലോചനയുണ്ട്, കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 ഫോണിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റവന്യൂ മന്ത്രി കൂടിയായ ഒല്ലൂർ MLA അഡ്വക്കേറ്റ് K രാജന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അവധിക്കാലമായിട്ടും പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും അധികാരത്തിലേറി 9 വർഷമായിട്ടും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിലും പ്രതിഷേധിച്ചും പ്രഖ്യാപിച്ച ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക, ഒല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിന് ഉടൻ പരിഹാരം കാണുക, മലയോര ഹൈവേ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിസഭയിലെ രണ്ടാമനായ അഡ്വക്കേറ്റ് K രാജൻ അഴിമതിയിലെ രണ്ടാമനായി മാറിയതായും കോടികളുടെ അഴിമതി നടത്തിയ മന്ത്രിയെ പുറത്താക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിയിടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരെ പ്രവർത്തകർ ചെരുപ്പുകളും കൊടിക്കാലുകളും വലിച്ചെറിഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജലപീരങ്കിയേറ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു എടപ്പാറയ്ക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KPCC സെക്രട്ടറി KB ശശികുമാർ, DCC സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ്, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മേനോൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. TC വിനോസ്, തൃശൂർ. പൈങ്കുളം കൂളിത്തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൈങ്കുളം സ്വദേശി ഇരിപ്പലത്ത് കുണ്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. പാനാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കോളിത്തോട് താനിശ്ശേരി ഭാഗത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്ത് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. SSLC പരീക്ഷാഫലം മെയ് 9 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മാർച്ച് 26 സമാപിച്ച SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇത്തവണ 72 ക്യാമ്പുകളിലായാണ് നടന്നത്.
സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ്. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 5, 6, 7 ക്ലാസുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല കടുക്കച്ചുവട് ശാസ്താംപറമ്പിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചാമയ്ക്കൽ സോമൻ ഭാര്യ ലളിത, തേവാലിൽ പ്രദീപ്, കീഴ്ത്തുള്ളി കളരിക്കൽ കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത്. വയോധികയായ ലളിതയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനെയാണ് നായ ആദ്യം ആക്രമിച്ചത്. പരിസരവാസിയായ ലളിതയ്ക്ക് നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി 2ആയി മുറിഞ്ഞു. കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു. ലളിതയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കടിക്കണ ചെയ്യണത് മേലിക്ക് ചാടി അപ്പം പുറത്തേക്ക് തള്ളി വിട്ടപ്പോഴും പിന്നെ മേലിക്ക് വീട്ടിലേക്ക് ഉള്ളിലേക്ക് വരികയാണ്. അപ്പം തടയാൻ നോക്കിയിരുന്നു. അപ്പം അമ്മേനെ ഇതുപോലെ മേലിക്ക് ചാടി. പിന്നെ എൻ്റെ ഈ പോലുള്ളൂ. പിന്നെ അത് അതിനെ ഓടിപ്പിച്ച് കളഞ്ഞ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അവിടേക്കും കയറി. ശക്തമായ കാറ്റിലും മഴയിലും വരവൂരിൽ വൻ കൃഷിനാശം. വരവൂർ നീർക്കോലിമുക്കിലെ വാഴത്തോട്ടത്തിലെ 400 നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. വരവൂർ ആവശ്ശേരി വീട്ടിൽ വിജയകുമാറിന്റെ വാഴത്തോട്ടത്തിലെ 400 ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണത്. ഓണത്തിന് വിളവെടുക്കാനുള്ള വാഴകളാണ് നശിച്ചത്. പ്രവാസിയായിരുന്ന വിജയകുമാർ 15 വർഷം മുമ്പാണ് നാട്ടിൽ സ്ഥിര താമസമാക്കിയത്. ഇതിനുശേഷം പ്രധാന വരുമാന മാർഗം വാഴ കൃഷിയാണ്. ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനാൽ മികച്ച വിളവാണ് ലഭിക്കാറുള്ളത്. 1500 രൂപ വിലയ്ക്കാണ് ഓണക്കുലകൾ വിൽക്കാറുള്ളതെന്നും ഏകദേശം 3.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും വിജയകുമാർ പറയുന്നു. ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് എനിക്കുണ്ടാവുന്നത്. ഓണത്തിന് നല്ല പ്രതീക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊരു 1400 രൂപ ഉണ്ടതിൽ. അതൊക്കെ നശിച്ചു പോയത്. എന്താ ചെയ്യാമെന്ന് എനിക്കറിയാത്തൊരവസ്ഥയാണ്. അത് കുറേ കടങ്ങളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്തും ചിലവിന് വരുന്ന തുക വായ്പയെടുത്തുമാണ് വിജയകുമാർ കൃഷി ചെയ്യുന്നത്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു അറിയിച്ചു. ഇന്നലെ അതിശക്തമായ ചുഴലിക്കാറ്റിൽ ഉണ്ടായ ഒരു നഷ്ടമാണിത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത നഷ്ടമാണ്. ബാങ്കിൽ നിന്നെല്ലാം വായ്പ എടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ നഷ്ടമുണ്ടായത് വലിയ ഒരു മഹാനഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയപ്പെടുത്തി കാലത്ത് തന്നെ കൃഷി ഓഫീസറെയും ഒക്കെ സ്ഥലം സന്ദർശിച്ച് അതിന്റെ റിപ്പോർട്ടാക്കി കൊടുക്കാൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കിട്ടാവുന്ന സഹായങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ കെ ജിഷ, ബി കെ സേതുമാധവൻ, കൃഷി അസിസ്റ്റന്റുമാരായ പി രജനി, കെ എച്ച് ഹരിപ്രിയ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തടഞ്ഞുവെക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരണശേഷം അനുവദിച്ച് തിരിച്ചുപിടിക്കുന്ന പ്രഹസന നാടകത്തെ ന്യായീകരിച്ച് സർക്കാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയേൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ന്യായീകരണം. ദീർഘകാലം ചികിത്സയിലായിരുന്ന ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൌണ്ടിലെത്തിയ പെൻഷൻ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ മകൾക്ക് തൃശൂർ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയതിനെതിരെയായിരുന്നു ജോൺ ഡാനിയേലിന്റെ പരാതി. സമൂഹത്തിലെ അശരണരും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ്ങെന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നതെന്നും ജീവിച്ചിരിക്കുന്ന കാലയളവിലെ പെൻഷൻ തുക മരണശേഷമാണ് അനുവദിക്കുന്നതെങ്കിലും അതിൽ അനന്തരാവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ലെന്നും തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെ മറുപടിയിൽ പറയുന്നു. മാസങ്ങൾക്ക് ശേഷം സർക്കാരിൽ നിന്ന് തിരിച്ചടവ് നോട്ടീസ് കിട്ടുന്നത് കുടുംബങ്ങളെ വീണ്ടും കടക്കെണിയിലേക്ക് തള്ളിവിടാൻ ഇടയാക്കുമെന്നും ജോൺ ഡാനിയേൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ടയും മോഷ്ടാവുമായ യുവാവ് ഗുരുവായൂരിലെത്തിയതായി പോലീസ് മുന്നറിയിപ്പ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോലീസ് അറിയിപ്പിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിൽ. തിരുനെല്ലി പോലീസ് അന്വേഷിക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മോഷ്ടാവുമായ തമിഴ് യുവാവാണ് തിരുവെങ്കിടം താണിയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം തമ്പടിച്ചതായി ഗുരുവായൂർ പോലീസ് ഫോട്ടോ സഹിതം അറിയിപ്പ് നൽകിയത്. ഫോട്ടോയിലെ രൂപസാദൃശ്യമുള്ള തമിഴ് യുവാവ് ചുരിദാർ വിൽപ്പനയ്ക്കായി അംഗൻവാടിയിൽ കയറിയ സമയത്ത് ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെട്ടതായി തിരുവെങ്കിടം 66 നമ്പർ അംഗൻവാടി അധ്യാപിക വിജയലക്ഷ്മി പറഞ്ഞു. പോലീസ് അരിച്ചുപറിക്കെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ താണിയിൽ ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവാണ് കാണിക്കുന്നത്. വിവരമറിഞ്ഞ് തമിഴ്നാട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നവർ വിവരം നൽകണമെന്ന് ഗുരുവായൂർ പോലീസ് അറിയിച്ചു.
മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർ ദൈവങ്ങളെ കൂടി ഭിന്നിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിയെന്നും വഖഫ് നിയമ ഭേദഗതി സ്വത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയുടെ സമാപന പൊതുസമ്മേളനം തൃശൂർ ശക്തൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ജമ്മുവിൽ സമാധാനം പുലരണമെന്നും നമ്മുടെ സഹോദരന്മാർ അവിടെ സ്വച്ഛമായി സഞ്ചരിക്കണമെന്നുമാണ് ആഗ്രഹം. പഹൽഗാം സംഭവത്തെ ചിലർ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ശക്തൻ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PA അബ്ദുൽ സലാം ഭാഗവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഷുഐബുൽ ഹൈതമി, ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഇതിനിടയിലും ആ വിഷയത്തെ മുൻനിർത്തി നമ്മുടെ വിനോദസഞ്ചാര വികസനത്തിന്റെ പേരിൽ അതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുള്ള KSEBയുടെ രഹസ്യ അജണ്ട എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. വിനോദസഞ്ചാര സാധ്യതകൾ വികസിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആരും അതിന് എതിരുമല്ല. എന്നാൽ അതിരപ്പള്ളി വനമേഖലയിലെ ടൂറിസം വികസനത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി വിനോദസഞ്ചാര സൌഹൃദ ജലവൈദ്യുത പദ്ധതി എന്ന പുതിയ പേരുമിട്ട് പഴയ പദ്ധതിയെ പൊടിതട്ടിയെടുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്ന് AIYF ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശ്രീനാരായണപുരം ആലയിൽ യുവാവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും ബുള്ളറ്റും തീവച്ച് നശിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആല ദുർഗാനഗർ സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഷാംജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ചയാണ് ആല സ്വദേശി നാലുമാക്കൽ വീട്ടിൽ അക്ഷയിന്റെ വീട്ടിൽ വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും തീവച്ച് നശിപ്പിച്ചത്. ആല അമ്പലത്തിലെ ഉത്സവത്തിനിടെ ഷാംജിത്തും ശ്രീകുട്ടൻ എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തിൽ ശ്രീകുട്ടന്റെ കൂട്ടുകാരനായ അക്ഷയ് ഇടപെട്ടത് മൂലമുള്ള വൈരാഗ്യത്തിലാണ് അക്ഷയുടെ വീടിന്റെ പോർച്ചിലേക്ക് അതിക്രമിച്ച് കയറി 7 ലക്ഷം രൂപയോളം വില വരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം ഇൻസ്പെക്ടർ MK ഷാജിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. MSPയിൽ ഡെപ്യൂട്ടി കമാൻഡന്റായി IM വിജയന് സ്ഥാനക്കയറ്റം. ബുധനാഴ്ച വിരമിക്കാനിരിക്കെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്. കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ അസിസ്റ്റന്റ് കമാൻഡന്റായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. കോൺഗ്രസ് S സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CD ജോസ്, നേതാക്കളായ ശിഹാബുദ്ദീൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Co-sponsored by Jones Honda Cars, Scooters and Bikes തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. വിവാദങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊടിയേറ്റത്തിനുള്ള കൊടിമരവും കൊടിക്കൂറയും തയ്യാറാക്കുന്ന അവസാനഘട്ട തിരക്കിലാണ് അടിയന്തരക്കാരായ ആശാരിമാരും പാരമ്പര്യ അവകാശികളായ കൊടിക്കൂറ നിർമ്മാതാക്കളും. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും മേടമാസത്തിലെ മകേര്യം നാളായ ബുധനാഴ്ച കൊടിയേറും. പാരമ്പര്യാവകാശികളായ ആശാരിമാരാണ് കൊടിമരം തയ്യാറാക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി വർഷങ്ങളായി കൊടിമരം തയ്യാറാക്കി വരുന്നത് മനക്കുടി സ്വദേശി താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തുമാണ്. പാറമേക്കാവിന് വേണ്ടി പറവട്ടാനി സ്വദേശി ചെമ്പിൽ കണ്ണനും കണ്ണന്റെ മകൻ കൃഷ്ണയും ചേർന്നാണ് കൊടിമരം തയ്യാറാക്കി വരുന്നത്. കൊടിമര നിർമ്മാതാക്കളായ ആശാരിമാർ 2 ആഴ്ചയോളം വ്രതമെടുത്താണ് കൊടിമരം തയ്യാറാക്കുന്നത്. കൊടിമരത്തിൽ ആലിലയും മാവിലയും
ദർഭപ്പുല്ലും കെട്ടി അലങ്കരിച്ച ശേഷം ദേശക്കാർക്ക് കൈമാറുകയും തുടർന്ന് ദേശക്കാർ ചേർന്നാണ് കൊടിയേറ്റുന്നത്. പൂർവികർ ചെയ്തു വന്നിരുന്ന കൊടിമര നിർമ്മാണം തുടർന്നുകൊണ്ടു പോകാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത് കുടുംബത്തിന്റെയും തറവാടിന്റെയും ഭാഗ്യമായി കരുതുന്നതായും ചെമ്പിൽ കുട്ടനാശാരിയും താഴത്തുപുരയ്ക്കൽ സുന്ദരനാശാരിയും പറയുന്നു. 14 ദിവസം വ്രതമെടുത്തിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയുള്ള കവുങ്ങളൊക്കെ ദേവസ്വം തന്നെ ഞങ്ങൾക്ക് തയ്യാറായി തരും. അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തു വന്നിട്ടുള്ളതാണ്. അച്ഛൻ്റെ കാലശേഷം ഇപ്പം ഞാനാണത് ചെയ്യുന്നത്. ഇത് കൊടിമരം ചെത്തി ഒഴിഞ്ഞ് തയ്യാറാക്കി ദേവസ്വക്കാർക്ക് അതിൻ്റെ കൊടിക്കൂറിയും മറ്റു ചമയങ്ങളൊക്കെ തയ്യാറാക്കി കെട്ടി വൃത്തിയാക്കി ഞങ്ങൾ അവരെ ഏൽപ്പിക്കും. ദേശക്കാരാണ് കൊടി ഉയർത്തുന്നത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ തറവാട്ടിലേക്കൊക്കെ ഒരു ഭാഗ്യമായിട്ടും ദൈവീയ അനുഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൊടിമരം നാട്ടിലെ ദേശത്തൊരു ആശേരി എന്ന നിലയ്ക്ക് ശക്ത തമ്പുരാൻ്റെ കാലത്ത് തന്നെ കിട്ടിയൊരു അവകാശമാണ്. ഇത് അച്ഛനായിട്ടാണ് നടത്തിക്കൊണ്ട് പോരാറുള്ളത്. 10-60 പ്രാവശ്യം അച്ഛൻ നടത്തി പോന്നു. അതിന് ശേഷം ഞാനും ഇപ്പോൾ എൻ്റെ മകൻ സുഷിത്തും കൂടി ചെയ്തു വരുന്നത്. ഇപ്പോൾ മൊത്തം 75 കൊല്ലത്തോളമായിൻ്റെ ഇപ്പോൾ ചെയ്തു വരുന്നത്. 10 കോല് നീളത്തിൽ കൊടിമരം വളർന്നിട്ട് ഭൂമിക്ക് ഒരു കോലും ഭൂമിയുടെ മുകളിലേക്ക് 9 കോലും 6 വരലും അളവിൽ പണി തീർത്ത് ചുറ്റളവ് തറ 20 വരലും 18 വരലും ചുറ്റളവും. തിരുവമ്പാടി വിഭാഗത്തിന് കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറ തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിലെ അനന്തരാവകാശികളായ കുട്ടൻകുളങ്ങര സ്വദേശി സുന്ദരേശൻ നായരും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. പാറമേക്കാവിനു വേണ്ടി ഏതാനും വർഷങ്ങളായി കൊടിക്കൂറ തയ്യാറാക്കുന്നത് അന്തിക്കാട് പടിയം സ്വദേശി മാമ്പുള്ളി വേണുഗോപാലും സഹോദരിമാരായ ഇന്ദിര, കോമള, സതി, ഷീജ എന്നിവർ ചേർന്നാണ്. ഭക്തിയും പാരമ്പര്യവും ഇഴപിരിച്ച് ഇവർ നെയ്തെടുക്കുന്ന കൊടിക്കൂറിയാണ് കൊടിയേറ്റത്തിന് ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് സിംഹമുദ്രയും മറുവശത്ത് നീലചന്ദ്രക്കലയും ആലേഖനം ചെയ്ത സപ്തവർണ്ണ കൊടിയാണ് പാറമേക്കാവിനു വേണ്ടി നിർമ്മിക്കുന്നതെന്നും ഭഗവതിക്ക് വേണ്ടി കൊടി നിർമ്മിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. കുറച്ച് വർഷങ്ങളായി ഞാൻ തന്നെ ചെയ്യുന്നത്. എല്ലാം പുതിയ തുണികളാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഞാനും 2 ചേച്ചിമാരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. ഒരു 4 ദിവസം മേലെ കൂടുതലായി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഭഗവതിക്ക് വേണ്ടിയിട്ട് കളർ കൊടികൾ ഒരു 11 കളർ കയറിയിട്ടുണ്ട്. ഇതിൽ എല്ലാം പുതിയത്, ഒന്നും പഴയതിൽ ഉപയോഗിക്കില്ല. പൂരത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള അതിയായ മോഹം സന്തോഷം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് വർഷമായിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി സപ്തവർണ്ണ കൊടിക്കൂറ തയ്യാറാക്കുന്നത് കുട്ടൻകുളങ്ങര സ്വദേശി ആധാർകോട് സുന്ദരേശൻ നായരും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. പ്രായാധിക്യത്തിന്റെ ശാരീരിക അവശതകൾ അലട്ടുന്നുണ്ടെങ്കിലും ഇന്നും കൊടിക്കൂറ നിർമ്മാണം തുടങ്ങിവെക്കുന്നത് സുന്ദരേശൻ തന്നെയാണ്. ദേവസ്വത്തിന്റെ ആവശ്യപ്രകാരം ഇത്തവണ കൊടിയുടെ നീളത്തിലും വീതിയിലും കുറച്ച് വ്യത്യാസം വരുത്തിയതായി സുജിത്ത് പറയുന്നു. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. 10-65 വർഷം മുകളിലായിട്ട് തൃശ്ശൂർ പൂരത്തിന് നമ്മൾ തന്നെയാണ് കൊടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കൊടി കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിലും വീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകത ഒന്നുമില്ല. സപ്തവർണ്ണത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ എല്ലാ വർഷത്തെ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭം അച്ഛൻ തന്നെയാണ്. അച്ഛൻ മുൻകൈ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിനിഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത വർഷം കൂടി ഇതിന് യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിൽ കൊടി കയറ്റിയ ശേഷം നായ്ക്കനാലിലെയും നടുവിലാലിലെയും ആൽമരത്തിലും പാറമേക്കാവ് വിഭാഗം ക്ഷേത്ര നടയ്ക്ക് സമീപമുള്ള പാലമരത്തിലും മണികണ്ഠനാലിലും പൂരം പതാകകൾ ഉയർത്തും. കൊടിയേറ്റത്തിന്റെ 7ാം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. നാട്ടാനകൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാത്ത സ്ഥിതിയിൽ 120 ആനകൾ വരെ വേണ്ട സ്ഥാനത്ത് ആവശ്യമായ ആനകളെ ലഭിക്കുന്നില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവിനും തിരുവമ്പാടിക്കും പകൽ പൂരത്തിന് 15 വീതം ലക്ഷണമൊത്ത ആനകളെ വേണം. രാത്രി പൂരത്തിനും പിറ്റേ ദിവസത്തെ പൂരത്തിനും ആനകളെ മാറ്റി എഴുന്നള്ളിക്കുകയാണ് പതിവ്. എന്നാൽ നാട്ടാനകൾ കുറഞ്ഞതോടെ എഴുന്നള്ളിച്ച ആനകളെ വീണ്ടും എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ്. തൃശ്ശൂർ പൂരം നന്നായിട്ട് നടക്കണമെങ്കിൽ ഒരു വിഭാഗത്തിന് 55 ആനകളും വേണം. ഇപ്പം അത് ലഭ്യമല്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ചെരിയുമ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് ഒന്നും പുതിയതായിട്ട് വരുന്നില്ല. 800-900 നാട്ടാനകൾ ഇരുന്നോടത്ത് ഇപ്പം ആകെ 320-310 നാട്ടാനകളേ ഉള്ളൂ. അതിൽ പകുതി കൂടുതൽ അസുഖത്തിലോ അല്ലെങ്കിൽ നീരിലായിരിക്കും. ഇപ്പം ഏതൊരു കാര്യത്തിലും 150-160 കൂടുതൽ ആനകളെ ലഭ്യമല്ല. ഇങ്ങനെ പോയാൽ ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ തൃശ്ശൂർ പൂരം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഉടനെ തന്നെ സർക്കാരുകൾ ആനകളെ എത്തിക്കാനുള്ള എല്ലാ പേപ്പർ വർക്കിനും ഉള്ള അനുവാദങ്ങൾ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 8 ഘടകപൂരങ്ങൾക്കും തിരുവമ്പാടിയും പാറമേക്കാവുമാണ്
ആനകളെ നൽകുന്നത്. 3 മുതൽ 14 ആനകൾ വരെ 2 ദിവസങ്ങളും നൽകും. എന്നാൽ ഇത്രയും ആനകളെ നൽകേണ്ട സ്ഥാനത്ത് ആനകളുടെ എണ്ണം കുറഞ്ഞത് മുൻവർഷങ്ങളിൽ പരാതിക്ക് ഇടയാക്കിയിരുന്നു. ഇത്തവണയും ആനകളെ ലഭിക്കാത്തതിനാൽ ഘടകപൂരങ്ങൾക്ക് വേണ്ടത്ര ആനകളെ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇപ്പോൾ നാട്ടാനകൾ വളരെ കുറവാണ്. പൂരത്തിന് 45 തൊട്ട് 50 ആനകൾ ഒരു പൂരത്തിന് വേണം. കഴിഞ്ഞ വർഷം ലിസ്റ്റിലുണ്ടായിരുന്ന 4-5 ആനകളാണ് ചെരിഞ്ഞു പോയിട്ടുള്ളത്. പകരം പുതിയ ആനകൾ വരുന്നില്ല. കഴിഞ്ഞ കൊല്ലം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആനകളുടെ ഷോർട്ടേജ് കൊണ്ട് പല ഘടകപൂരങ്ങളും നമുക്ക് എഴുന്നള്ളിക്കാൻ സാധിച്ചില്ല. ഒരു ആനപ്പുറത്ത് 3 ആനപ്പുറത്താണ് എഴുന്നള്ളിച്ചത്. ഒന്നല്ലെങ്കിൽ ആനകളുടെ എന്താ പറയുക ഹെൽത്തിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ മതപ്പാട് ഇതൊക്കെ വരുന്ന സമയത്ത് അവസാനം നമ്മൾ ലിസ്റ്റ് എടുത്ത് ആയി വരുമ്പോഴേക്കും ഏകദേശം ആനകളുടെ എണ്ണം ഏകദേശം 40 കുറയാണ്. തൃശ്ശൂർ പൂരത്തിന് ആനകൾ എഴുന്നള്ളിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരെ NOC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആനകൾ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പല ഘടകങ്ങളും ഉള്ളതുകൊണ്ടും ആനകളുടെ ഷോർട്ടേജ് കൊണ്ടും ഈ ആനകൾ പുതിയ ആനകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം പറഞ്ഞ പോലെ ആനകളുടെ ഷോർട്ടേജ് കൊണ്ട് ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. തെക്കോട്ട് ഇറങ്ങുന്ന ആനകളുടെ സ്വഭാവം അതേപോലെ തന്നെ പരിചയം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആനകൾ നിശ്ചയിക്കുന്നത്. വളരെ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ആനകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ആൾക്കാരെ പ്രശ്നങ്ങൾ പോലും കൊണ്ട് ആനകൾ അടയുന്നൊരു ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഏറ്റവും എന്താ പറയുക സ്വഭാവ ഗുണമുള്ള ആനകളെ മുൻപരിചയമുള്ള ആനകളെ മാത്രമാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ആനകളുടെ കുറവ് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് ആനകളെ പിടിച്ച് ദേവസ്വങ്ങൾക്ക് കൈമാറണം, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ തൃശ്ശൂരിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഉത്സവങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. തിരുവമ്പാടിക്ക് 60-ഉം പാറമേക്കാവിന് 55-ഉം ആനകൾ വേണ്ട സ്ഥാനത്ത് ഇത് 45-ഉം 35-ഉമായി ചുരുങ്ങി. ഇതോടെ പ്രായമായ ആനകളെ എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ്. ലിസ്റ്റ് പ്രകാരം കൂടുതൽ ആനകളുടെ പേര് നൽകുമെങ്കിലും മതപ്പാടിലാകുന്നവയെയും പെട്ടെന്ന് പ്രകോപിതമാകുന്നതും ഫിറ്റ്നസ് ലഭിക്കാത്ത ആനകളെയും എഴുന്നള്ളിക്കാനാകാതാകുമ്പോൾ തൃശൂർ പൂരത്തിന് മതിയായ ആനകളെ ലഭിക്കാതാകും. ആറാട്ടുപുഴ പൂരത്തിന് 100 ആനകളെ എഴുന്നള്ളിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ എഴുന്നള്ളിച്ചത് 43 ആനകളെ മാത്രമാണ്. തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങൾക്ക് ആനകളെ കിട്ടാതായ സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ അടിയന്തരമായി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ദേവസ്വങ്ങളും ആനയുടമകളും ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ ആനപിടുത്തം പുനരാരംഭിക്കുകയോ അതുമല്ലെങ്കിൽ വനം വകുപ്പിന് കീഴിലുള്ള ആനകളെ ലേലം ചെയ്ത് ദേവസ്വങ്ങൾക്ക് നൽകുകയോ വേണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. കാത്തിരുന്ന പൂരം കാലം കടന്നെത്തുമ്പോൾ മേള ആസ്വാദകരും ആവേശത്തിലാണ്. വാദ്യവിരുന്നേകുന്ന പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിനുമായി കാതോർത്തിരിക്കുകയാണ് ഏവരും. ചിട്ടവട്ടങ്ങൾ തെറ്റാതെയുള്ള വാദ്യവിരുന്നാണ് മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിലൂടെയും ഇലഞ്ഞിത്തറ മേളത്തിലൂടെയും തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ മേളക്കമ്പക്കാർക്കായി ഒരുക്കുന്നത്. വടക്കുംനാഥന്റെ തിരുമുറ്റത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞിമര ചുവട്ടിലാണ് ലോകോത്തര സിംഹണി എന്ന വിശേഷണമുള്ള ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത്. പാറമേക്കാവ് ഭഗവതി ആദ്യം കുടിയിരുന്നത് വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെ ഇലഞ്ഞിമര ചുവട്ടിലായിരുന്നുവെന്ന സങ്കല്പത്തിലാണ് പൂരത്തിൽ പാറമേക്കാവിന്റെ പാണ്ടിമേളം വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കകത്ത് നടക്കുന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് പാണ്ടിമേളം പതിവില്ലെങ്കിലും പൂരങ്ങളുടെ പൂരത്തിൽ അത് ആചാരമായി ഇന്നും തുടരുന്നു. മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ 100-ൽ പരം മേളക്കാർ ചേർന്ന് പാണ്ടിയുടെ രൗദ്രതാളം കൊട്ടിക്കയറുമ്പോൾ പൂരനഗരി മേളക്കടലായി ആർത്തിരമ്പും. ചെണ്ടപ്പുറത്തെ കാലങ്ങളുടെ കോലുമാറ്റത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഓരോ മേളപ്രേമിയും. ഐതിഹ്യപ്പെരുമ നിറഞ്ഞ പൂരച്ചടങ്ങുകളിൽ തിരുവമ്പാടിയുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് മടത്തിൽ വരവ്. നടുവിൽ മടത്തിലെത്തുന്ന തിരുവമ്പാടി ഭഗവതി തിരിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടിയാകുന്നത് പഞ്ചവാദ്യമാണ്. ഇതോടെ പഴയ നടക്കാവ് പഞ്ചവാദ്യത്തിന്റെ പെരുമഴയിൽ മുങ്ങും. പഞ്ചവാദ്യത്തിന്റെ പരിഷ്കരണങ്ങൾക്കും പൂർണ്ണതയിൽ ചിട്ടപ്പെടുത്തുന്നതിനും മടത്തിൽ വരവിലൂടെ പൂരങ്ങളുടെ പൂരം വേദിയായി എന്നതും ശ്രദ്ധേയമാണ്. കോങ്ങാട് മധുവിന്റെ പ്രമാണത്തിൽ ഇടം വലം നിരക്കുന്ന 100ഓളം വാദ്യകലാകാരന്മാർ ചേർന്ന്
വാദ്യങ്ങളുടെ ഈ സംഗമ വഴിയിൽ നാദലഹരി തീർക്കും. ഈ വാദ്യവിസ്മയത്തിൽ അലിയാൻ ജനം പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തും. ഒരു പൂരം കൂടി വരവറിയിക്കുമ്പോൾ മേളപ്പെരുക്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൂരനഗരി. കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. തൃശൂർ പൂരത്തിന് ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടംപേറ്റാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. മെയ് 6 രാവിലെ ചെമ്പുക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പിന് ഭഗവതിയുടെ തിടംപേറ്റുക ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആദ്യമായാണ് ചെമ്പുക്കാവിന് വേണ്ടി രാമൻ തിടംപേറ്റാൻ എത്തുന്നത്. കേരള സർവോദയ മണ്ഡലം സംസ്ഥാന ഉപാധ്യക്ഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാനുമായിരുന്ന PV ഗംഗാധരന്റെ വിയോഗത്തിൽ തൃശൂർ മദ്യവിമോചന മഹാസഖ്യം അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് അധ്യക്ഷനായി. ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ, പ്രൊഫസർ VP ജോൺസ്, ഫ്രാങ്കോ ലൂയിസ്, M പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുതുവറയിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, തോളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മലമ്പനി ദിനാചരണം സംഘടിപ്പിച്ചത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനം സേവ്യ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 38 വർഷത്തോളമായി ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന രാധാകൃഷ്ണ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി ദിനമായ മെയ് 1 കമ്പനി ഡേ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ PS പ്രേമാനന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതുരുത്തി ഇക്കോ ഗാർഡൻ റിസോർട്ടിലാണ് രാവിലെ 9:30 മുതൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാധാകൃഷ്ണ ഗ്രൂപ്പിന് കീഴിലുള്ള 300ഓളം തൊഴിലാളികൾ പങ്കെടുക്കും. രാധാകൃഷ്ണ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ലോഗോ RBI റിട്ടയേർഡ് GM അബ്രഹാം മാത്യു പ്രകാശനം ചെയ്യും. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാൻ രവി മോഹൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനവും രാധാകൃഷ്ണ ഗ്രൂപ്പ് ജീവനക്കാരുടെ കലാപരിപാടികളും ഉണ്ടാകും. രാധാകൃഷ്ണ ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ PS പ്രസന്നകുമാർ, CEO ബൈജു കെ ബാലൻ, അഡ്മിൻ മാനേജർ അതുൽ മുരളി, ലീഗൽ മാനേജർ C അനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവശ്യ സാധന വിലക്കയറ്റത്തിനും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. AKCA ജില്ലാ പ്രസിഡന്റ് PM ഷമീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK കബീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് ശേഷം ഭാരവാഹികൾ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തൃശൂരിൽ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവവും ജില്ലാതല മെഗാ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാകരണ വകുപ്പുകളുടെ സഹകരണത്തോടെ 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിൽ 66 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദിദിക, ക്വിസ് മാസ്റ്റർ അർജുൻ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലാതലത്തിൽ വിജയികളായ 4 വിദ്യാർത്ഥികളെ മെയ് 16 മുതൽ 3 ദിവസം അടിമാലിയിൽ നടക്കുന്ന സംസ്ഥാന പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും.
വെളുത്തൂരിൽ ആനപ്പാപ്പാനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാവേലിക്കര സ്വദേശി അട്ടാശ്ശേരി കൊട്ടക്കാട്ടുശ്ശേരി വീട്ടിൽ 70 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതലാണ് ഇയാളെ കാണാതായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് നമ്പോർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ആൾതാമസമില്ലാത്ത വീട്ടുകിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. സാവിത്രി എന്ന ആനയുടെ പാപ്പാനാണ് രവി. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,333 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCBയിൽ തത്സമയം. കളക്ടറുടെ ഉത്തരവ് മരവിപ്പിച്ച സർക്കാർ. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. 18 മണിക്കൂറോളം നിർത്തിവെച്ച ടോൾ പിരിവാണ് വീണ്ടും ആരംഭിച്ചത്. ടോൾ പ്ലാസയിൽ പ്രതിഷേധിച്ച് AIYF. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷ മെയ് 2 പരിഗണിക്കും. വേടനെ വിയ്യൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ്. മുഖ്യപ്രതി നാരായണദാസിനെ തൃശൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഷീല സണ്ണിയെ കൊടുക്കാൻ കാരണം കുടുംബ വൈരാഗ്യമെന്ന് പോലീസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പൈങ്കുളം കൂളിത്തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൈങ്കുളം സ്വദേശി അതുൽ കൃഷ്ണയാണ് മരിച്ചത്. നാട്ടാനകൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാത്ത സ്ഥിതിയിൽ. 120ഓളം ആനകൾ വരെ വേണ്ട സ്ഥാനത്ത് മതിയായ ആനകളെ ലഭിക്കുന്നില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.